ഇപ്പോൾ CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ കൂടി നമുക്ക് പഞ്ചരിക്കാൻ. KT കുഞ്ഞിക്കണ്ണൻ, ഒരുപക്ഷേ ചെന്നിത്തല കഴിഞ്ഞ ദിവസം നടത്തിയ യാത്രകൾ, കോഴിക്കോട്ട് നടത്തിയ സന്ദർശനങ്ങൾ, അതിന് പിന്നാലെ അവർ പറഞ്ഞിരുന്നത് രഹസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം തുടരാം, പരസ്യമായി ബന്ധമില്ലെന്ന് പറയുകയും ചെയ്യാം. പക്ഷേ കൃത്യമായി കേരള സമൂഹത്തെ പറ്റിക്കുകയാണ് UDF എന്നാണ്. ഇപ്പോൾ ജെയിംസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറുമായി നടത്തിയ ശബ്ദ സന്ദേശം കേട്ട ശേഷം താങ്കളിലേക്ക് മടങ്ങി വരാം. ഹൊസന്റെ മരുതോങ്കര ഡിവിഷൻ അതിൽ ബ്ലാങ്കറ്റ് അങ്ങോട്ട് തന്നത്, ഞാനിവിടെ വെൽഫെയറുമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. അവർ വെൽഫെയറിന് വേണം സീറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഇവിടെ നമ്മളെ പേര് ഇവിടെ നമ്മൾ തരും. അത് മരുതോങ്കര മാത്രമുള്ള കിഴക്കൻ ഡിവിഷനാണ്. കിഴക്കൻ അത് ഇവിടുന്ന് ചെയ്തോളൂ, പേര് തരും, ആ പേരങ്ങോട്ട് തരും. ഇന്ന് വെൽഫെയറിൻ്റെ വിവരം കുറച്ച് കഴിഞ്ഞാൽ കിട്ടിയതിന് ശേഷം അവർക്കില്ലെങ്കിൽ ഒരു പേര് തരും. കാരണം കൊണ്ട് അത് ഒഴിവാക്കിയിട്ടങ്ങ് തന്നത്. KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾ കേട്ടിട്ടുണ്ടാകണം, താങ്കൾക്ക് കൂടി അറിയാവുന്ന പ്രദേശമായിരിക്കണം. കുറ്റ്യാടി ബ്ലോക്കിലെ മരുതോങ്കര ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ് ജെയിംസ് ഇപ്പോൾ പ്രവീൺ കുമാറുമായി സംസാരിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ഇല്ലാതെ, മതരാഷ്ട്രവാദികൾ ഇല്ലാതെ UDFന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് തന്നെ ഈ ശബ്ദ സന്ദേശത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. അതെ, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് വളരെ കൃത്യമായ ധാരണയിലാണ് UDF നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ജെയിംസിന്റെ ഈ വോയിസ് ക്ലിപ്പ് വ്യക്തമാക്കുന്നത് പോലെ വെൽഫെയർ പാർട്ടിയുമായി അവർ ചർച്ച നടത്തി അവരുമായുള്ള ധാരണയനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, വെൽഫെയർ പാർട്ടി നിർദ്ദേശിക്കുന്ന കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥികളെയും ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. പരസ്യമായി വെൽഫെയർ പാർട്ടിയല്ല, എന്നാൽ വെൽഫെയർ പാർട്ടി നിർദ്ദേശിക്കുന്ന ആളുകളെ. എന്തായാലും പരസ്യവും രഹസ്യവുമായിട്ടുള്ള ഒരു ബാന്ധവം ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ഒരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ, ഒരു മതരാഷ്ട്രവാദ സംഘടനയുമായിട്ട് കേരളത്തിൽ UDF കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രശ്നം മാത്രമല്ല, സർവ്വമതരാഷ്ട്രവാദികളും വർഗീയ ശക്തികളുമായി ഇവർ കൂട്ടുകൂടുകയാണ്. ഒരു SC സംവരണ വാർഡിലെ UDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന RSSകാരനെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പുറത്തു വരും. ഹലോ, KT കുഞ്ഞിക്കണ്ണൻ തുടരാം, കേൾക്കുന്നുണ്ട്. അതെ, അവരെ എല്ലാ വർഗീയവാദികളുമായി അവസരവാദമായി യാതൊരു തത്വദീക്ഷയും ഇല്ലാത്ത ബാന്ധവമുണ്ടാക്കുകയാണ്. കാരണം UDF സമ്പൂർണമായ പരാജയ ഭീതിയിലാണ്. അവർക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയവുമില്ല. ഇടതുപക്ഷത്തെ എതിർക്കുക, തകർക്കുക, കേരളം നേടിയ ഈ അസമാന മുമ്പൊരിക്കലും നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള വികസനം, അത് ബഹുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ വലിയ അംഗീകാരം, ഇതൊക്കെ കണ്ട് വെപ്രാളപ്പെട്ട വളരെ പരിഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് UDF എത്തിയിരിക്കുന്നു. അവർ സർവ്വ സാമൂഹ്യ വിരുദ്ധ ചിദ്രശക്തികളുമായിട്ട് കൂട്ടുകൂടുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. KT കുഞ്ഞിക്കണ്ണൻ, ഒരുപക്ഷേ ഈ കോൺഗ്രസിനെ വിലയിരുത്തുന്നത് ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ അവർ കാലങ്ങളായി എടുത്ത നിലപാടുകൾ മതരാഷ്ട്രവാദികളെ കൂടെ കൂട്ടുന്നു. ലീഗ് KM ഷാജി പറയുന്ന പോലെ മതമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ അവരെ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ ഒരുപക്ഷേ BJPയെ നേരിടുന്ന അതേ ശക്തിയോടുകൂടെ തന്നെ UDFനെ, കോൺഗ്രസിനെ നേരിടേണ്ടതല്ലേ? ഇതല്ലേ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്? അല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവർക്കും കേരളത്തിൽ അറിയാം, അതിന് യാതൊരു തത്വദീക്ഷയും ഇല്ലാത്ത നിലപാടാണ്. അവരെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണവർഗ വലതുപക്ഷ സംഘടനകളിൽ ഒന്നാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ ചരിത്രം എന്താണ്? ഖാലിസ്ഥാൻവാദികളുമായി അവർ കൂട്ടുകൂടിയില്ലേ? ആസാമിൽ അവര് ആസാമീയ വംശീയവാദികളുമായിട്ട്, ഇന്ത്യ കൂട്ടക്കൊല അടക്കം നടത്തിയിട്ടുള്ള വംശീയവാദികളുമായിട്ട് അവർ സഖ്യം ഉണ്ടാക്കിയില്ലേ? ഇന്ത്യയിൽ എവിടെയാണ് അവർ വംശീയ വർഗീയവാദികളുമായി കൂട്ടുകൂടാത്തതുള്ളത്? അവർക്ക് അവസരവാദപരമാണ്. അവർക്ക് നിലപാടുകളോ തത്വങ്ങളോ യാതൊരു ആദർശങ്ങളോ ഇല്ല. അവസരവാദപരമായ കൂട്ടുകെട്ടുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ നിലപാട്. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ്. അതിന് സർവ്വവർഗീയ ശക്തികളെയും മതരാഷ്ട്രവാദികളെയും കൂട്ടുപിടിക്കുന്ന നിലപാടാണ് ഉള്ളത്. ഈ വടകര പോലുള്ള പ്രദേശങ്ങളിൽ അവർ മുമ്പ് കോലീബി ഉണ്ടാക്കിയിട്ടില്ലേ? ബേപ്പൂരിൽ കോലീബി ഉണ്ടാക്കിയിട്ടില്ലേ? ആരുമായി കൂട്ടുകൂടും? ലീഗ്, അതേപോലെ തന്നെ കോൺഗ്രസ്, ഇവർ നേതൃത്വം നൽകുന്ന കേരളത്തിലെ UDF എന്ന് പറയുന്ന മുന്നണിക്ക് ഒരു തത്വദീക്ഷയുമില്ല. അവർക്ക് ഇടതുപക്ഷത്തെ എതിർക്കുക, തകർക്കുക, അതിനുവേണ്ടി BJP ആയിട്ട് പോലും അവര് രഹസ്യ ബാന്ധവം ഉണ്ടാക്കും എന്നുള്ളതാണ് കഴിഞ്ഞ കാല അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ അവർ ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടാക്കുന്ന സഖ്യം വളരെ അപകടകരമായ, പ്രത്യേകിച്ച് മൈനോറിറ്റി വിഭാഗങ്ങൾ വലിയ അരക്ഷിതത്തിലേക്കൊക്കെ കഴിയുന്ന ഒരു ഇന്ത്യൻ സാഹചര്യത്തില് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ RSSന്റെ മറുപുറം കളിക്കുന്ന ഒരു സംഘടനയുമായിട്ട് അവരുണ്ടാക്കുന്ന ഐക്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലെ എന്താ ചെയ്തത് എന്നുള്ളത്, തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പരസ്യമായിട്ട് അവര് സ്ഥാനാർത്ഥി ഇറക്കി. BJPയുടെ പിന്തുണയോടുകൂടി, BJPയുടെ എല്ലാവിധത്തിലുള്ള സഹായത്തോടു കൂടിയും തരിഗാമിക്കെതിരായിട്ട് സ്ഥാനാർത്ഥി നടത്തി. ജമ്മു കാശ്മീർ അങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ BJP വിരുദ്ധ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളായി കളിച്ചു കൊടുത്ത ആൾക്കാരാണ്
ജമാഅത്ത് ഇസ്ലാമിക്കാർ. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തെ അസ്ഥിരീകരിച്ച് അതിന്റെ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി ഇവിടെ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി ഇസ്ലാമിക രാഷ്ട്രം സാധ്യമാകുമോ എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. അവർ മൗദൂദിയൻ തിയറിയിലാണ് ഇപ്പോഴും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇത് മനസ്സിലാവാത്തവരാണോ കോൺഗ്രസിലെ നേതാക്കന്മാർ? നന്നായിട്ട് അറിയാം കോൺഗ്രസ് നേതാക്കന്മാർക്ക് മൗദൂദിയൻ തിയറി എന്താണ്. നെഹ്റു തന്നെ അവരെ വേണ്ട പോലെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പാറ്റ്നയിൽ ഇവരുടെ സമ്മേളനത്തിൽ ഗാന്ധി സുജനമര്യാദ അനുസരിച്ച് പങ്കെടുക്കാൻ നിർബന്ധിതമായപ്പോൾ, ക്ഷണിക്കപ്പെട്ടപ്പോൾ അതിന് സമ്മതിച്ചപ്പോൾ നെഹ്റു തന്നെ 1942 പാറ്റ്നയിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ ഗാന്ധി പോകുമ്പോഴുണ്ടാകുന്ന അപകടം ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അതൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ AICCയിലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി RSS പോലെ തന്നെ മതരാഷ്ട്രവാദികളാണ്, അവരുമായിട്ട് യാതൊരു സഹകരണവും പാടില്ല എന്ന് വളരെ നേരത്തെ തന്നെ കോൺഗ്രസ് നിലപാടാണ്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പൊ കോൺഗ്രസ് കേരളത്തിൽ അവസരവാദപരമായി മതരാഷ്ട്രവാദികളുമായി സഖ്യമുണ്ടാക്കുന്നത്. ഒരു കാര്യം കൂടി സാരത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട് ശ്രീ KT കുഞ്ഞുകണ്ണൻ. ഇപ്പോൾ നമുക്കറിയാം ഈ BLOമാരുടെ കണ്ണൂരത്തെ BLO അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവർ ഈ കേന്ദ്ര സർക്കാരിനെതിരെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയോ പറയാതിരിക്കുകയും CPMനെതിരെ കൃത്യമായി CPMൻ്റെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും സമ്മർദ്ദം മൂലമാണ് ഈ അനീഷ് ജോർജ് ആത്മഹത്യ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസിനെ അതിൻ്റെ നറേഷൻ, അതിൻ്റെ വ്യാഖ്യാനം തന്നെ മാറ്റേണ്ടത് അവസരവാദ വർഗീയ പാർട്ടി എന്ന തരത്തിലേക്ക് കോൺഗ്രസ് തരം താഴ്ന്നു. അതുകൂടി പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അത് RSSന്റെ അജണ്ടയോട് ഐഡിയോളജിക്കലായിട്ട് എന്തെങ്കിലും എതിർപ്പ് കോൺഗ്രസിനുണ്ടോ? രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുന്നതിനോടുള്ള അതൃപ്തിക്കപ്പുറത്ത് RSSന്റെ ഹിന്ദുത്വ അജണ്ടയോട് എക്കാലത്തും ചേർന്നിരിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്. നമുക്ക് ശബരിമല പ്രശ്നത്തിലൊക്കെ അവര് ഇവിടെ BJPക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് കലാപമുണ്ടാക്കാൻ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് വിശ്വാസ സമൂഹത്തെ ആകെ തിരിച്ചുവിടാൻ ശ്രമിച്ചവരല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാര്. ഇപ്പോ SIR പോലുള്ള ഇന്ത്യൻ ചീഫ് റിവിഷൻ എന്ന് പറയുന്നത് വളരെ അപകടകരമായ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ സംഘപരിവാറിന് ഹൈജാക്ക് ചെയ്യാൻ സംവിധാനപരമായി ഭരണഘടനാപരമായ ഒരു സംവിധാനത്തെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ദുരന്ത ഫലമാണ് നമ്മൾ ബീഹാറിൽ കണ്ടത്. ആ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ എന്താണ് ഈ SIR കേരളത്തിൽ തിടുക്കപ്പെട്ട് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടപ്പാക്കുന്നത്. അവരുൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ നടപ്പാക്കരുതെന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ സമ്മർദ്ദത്തിന് ഉദ്യോഗസ്ഥന്മാർ BLOമാർ പെടുകയാണ്. ആ സമ്മർദ്ദം മൂലം ഒരു മനുഷ്യൻ, ഒരു BLO ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ CPMകാർ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണെന്ന് ഒരു ഉടുപ്പില്ലാതെ പറയാണല്ലോ. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ, കോഴിക്കോട് മലയാളത്തിലെ പ്രധാനപ്പെട്ട സിനിമാ സംവിധായകനായിട്ടുള്ള VM വിനു കല്ലായി വാർഡിൽ മത്സരിക്കുകയാണ്. അദ്ദേഹം കോഴിക്കോട്ടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവർ ഉയർത്തിക്കാണിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ വാർഡിൽ വോട്ടില്ല. 2020 പട്ടികയിൽ പേരുണ്ടായിരുന്നില്ല. എന്താണ് കോൺഗ്രസ്? അത് CPM കൂടാതെ വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ വോട്ട് ചേർക്കാൻ അപേക്ഷ കൊടുക്കണ്ടേ കോൺഗ്രസ്സുകാര്? തങ്ങളുടെ അണികളുടെ, അംഗങ്ങളുടെ, കുടുംബങ്ങളുടെ ഒക്കെ വോട്ട് ചേർക്കേണ്ടത് ആരാണ്? അതാത് രാഷ്ട്രീയ കക്ഷികളല്ലേ. അങ്ങനെ ഒന്നും ചെയ്യാതെ ഇത് CPM ഗൂഢാലോചനയാണെന്ന് ഇങ്ങനെയുള്ള ഒതളങ്ങ വർത്തമാനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ വിളിച്ചു പറയുമ്പോൾ കേരളത്തിൽ ഒരു വിവാഹം മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. പക്ഷെ നമ്മൾ വസ്തുതാപരമായി അതിപ്പോ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നില്ലേ? എല്ലാ മാധ്യമങ്ങൾക്കും മനസ്സിലായില്ലേ? 2020 തെരഞ്ഞെടുപ്പിൽ VM വിനു വോട്ട് ചെയ്തിട്ടില്ല. എന്താണ് VM വിനു വോട്ട് ചെയ്തിട്ടുള്ളത്? സാക്ഷി പറഞ്ഞ് കോൺഗ്രസിന്റെ നേതാക്കൾ രംഗത്ത് വന്നു. കോഴിക്കോട് DCC പ്രസിഡന്റ് മിസ്റ്റർ പ്രവീൺ കുമാർ അടക്കം രംഗത്ത് വന്നു. വസ്തുത എന്താണ്? 2020 അദ്ദേഹത്തിന് വോട്ടില്ല, അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അത് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാവുമെന്ന് പറയുന്നില്ലേ? 2024 അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഓർമ്മ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് 2020 ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. 2020 VM വിനു വോട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ തന്നെ സമയം കൊടുത്തില്ലേ വോട്ട് ചേർക്കാൻ? ഏറ്റവും ഒടുവില് 4-5 തീയതികളിൽ, ഈ മാസം 4-5 തീയതികളിൽ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേര് ചേർക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്കും വോട്ടർമാർക്കും അവസരം കൊടുത്തില്ലേ? ഇവരത് ഉപയോഗിച്ചു. ഇവരെന്നിട്ട് എന്താണ്, അത് CPM ഗൂഢാലോചനയാണ് അദ്ദേഹത്തിന്റെ വോട്ട് വെട്ടിമാറ്റിയത്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് വൈഷ്ണവ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക, അവരും സ്ഥാനാർത്ഥിയെ രംഗത്ത് വന്ന് നോക്കും, വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ല. അപ്പൊ ഇവർ ഈ അടിസ്ഥാനപരമായ ജനാധിപത്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു പാർലമെന്ററി ജനാധിപത്യം ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അനിവാര്യമായും ചെയ്തിരിക്കേണ്ട യാതൊരു ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാതെ എന്ത് സംഭവിച്ചാലും അതൊക്കെ CPM കൂടാനുമാണ്, CPMകാരാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ ഫാസിസ്റ്റ് അജണ്ടക്ക് പോലും സമ്മതി വാങ്ങിച്ചു കൊടുക്കാനുള്ള, അതിനെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പയ്യന്നൂരിലെ അനീഷിന്റെ ഈ BLOയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരെടുത്ത നിലപാടും കാണിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച